ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പഴനിയിലേക്കാണ്. കാശിയുടെ ആദ്യത്തെ പഴനി യാത്രയായതിനാൽ ആദിയൂർ ശ്രീ സുബ്രഹ്മണ്യ കോവിലിൽ വച്ച് കായസമാറിയാണ് യാത്ര തുടങ്ങിയത്. രാവിലെ 6:49 വടകര എത്തുന്ന കോയമ്പത്തൂർ എക്സ്പ്രസിൽ കയറി ഉച്ചയ്ക്ക് 12:30 പോടന്നൂർ ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് 2:45 മധുരൈ ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറി വൈകിട്ട് 4:45 പളനിയിലെത്തി. ഇവിടെ നിന്നും ധാരാളം ഓട്ടോറിക്ഷയും കുതിരവണ്ടികളും ഒക്കെ ലഭ്യമാണ്. സ്റ്റേഷനിൽ നിന്നും പിന്നീട് ഞങ്ങൾ പോയത് ഷൺമുഖ നദീതീരത്തേക്കാണ്. അവിടെ നിന്നും തല മൊട്ടയടിച്ച് കുളിച്ച് ചന്ദനവും പുരട്ടി നേരെ അമ്പലത്തിലേക്ക്. കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത്. ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ മുരുകൻ ക്ഷേത്രം. ദണ്ഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു. കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്നു, കേരളത്തിന് അഭിമുഖമായി. അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവനെന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു. പരബ്രഹ്മ സ്വരൂപനായ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണിവിടെ. നവപാഷാണങ്ങൾ എന്ന 9 സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനി മുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത്. അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം, ചന്ദനം എന്നിവ സർവ്വരോഗശമനിയായി ഭക്തർ കരുതുന്നു. തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം. ഇവിടെ നിന്ന് അന്നദാനവും കഴിച്ച് റൂമിലേക്ക് പോയി. അടുത്ത ദിവസം പുലർച്ചെ 4 മണിക്ക് ദർശനത്തിനായി വീണ്ടും മല കയറി.
ഞങ്ങൾ പാലായ മഠത്തിലാണ് റൂം എടുത്തത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ വിലക്ക് റൂം കിട്ടും. രാവിലെ 9:15 കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയിൽ കയറി 12:10 കോയമ്പത്തൂരിൽ ഇറങ്ങി. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് 1:50 കണ്ണൂർ എക്സ്പ്രസ്സിൽ തിരിച്ച് നാട്ടിലേക്ക്.